കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാളിയമർദ്ദനമാണ് പറയുന്നത്. ഭഗവാന്റെ ലീലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലീലയാണ് കാളിയമർദ്ദനം. ഇന്നലെ നമ്മൾ കാളിയൻ എന്ന സർപ്പം എങ്ങനെയാണ് കാളിന്തിയിൽ എത്തിച്ചേർന്നത് എന്നുള്ള ആ കഥാഭാഗമാണ് പറഞ്ഞത്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ധേനുകൻ എന്ന അസുരനെ വധിച്ച കാര്യം, കൃഷ്ണൻ വധിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ ധേനുക വധം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം രാവിലെ തന്നെ കൃഷ്ണൻ കൂട്ടുകാരും ഒരുമിച്ച് പതിവ് പോലെ ഗോക്കളെ മേയ്ക്കുന്നതിനായിട്ട് പുറപ്പെടുന്നു. അന്ന് കാട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന് യശോദ വളരെയധികം നിർബന്ധിച്ചു. എങ്കിലും കണ്ണനത് വകവച്ചില്ല. എന്താ ചെയ്യുക, തൻ്റെ ഇഷ്ടം പോലെയാണ് അവൻ്റെ പോക്ക് എന്ന് അമ്മ തന്നെത്താനെ അവിടെ നിന്ന് പറയുകയും ചെയ്തു. അന്ന് ബലരാമൻ കണ്ണൻ്റെ കൂടെ പോയില്ല. തലേ ദിവസം ധേനുകൻ എന്ന അസുരനെ വധിച്ചതും വലിയ പനമരങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കുലുക്കി പഴങ്ങൾ വീഴിച്ചതുമെല്ലാം കേട്ട് പേടിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ രോഹിണി മകനെ അയക്കാതിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി പശുക്കളെ മേയ്ക്കാനായിട്ട് കൃഷ്ണനും കൂട്ടുകാരും എല്ലാവരും കൂടി കാട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം കാളിന്തിയുടെ അരികത്തിരുന്ന് വിശ്രമിക്കുവാൻ തുടങ്ങി. പശുക്കളെ മേയാനായിട്ട് വിടുകയും ചെയ്തു. അതിനുശേഷം കാളിന്തിയുടെ തീരത്തിരുന്ന് പശുക്കളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ വേണുഗാനം ഉതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വേണുഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ ശ്രീദാമാവ് എന്ന ഒരു ഗോപാലൻ പറയുകയാണ്, കൃഷ്ണ, നമുക്കിന്ന് വഴി തെറ്റിപ്പോയോ? കാളിന്തിയുടെ ഈ തീരത്ത് ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടില്ലല്ലോ. ഇവിടെ ആകെ ഒരു മൂകത വ്യാപിച്ചിരിക്കുന്നു. തണലുള്ള വൃക്ഷങ്ങൾ ഒന്നുമില്ല ഇവിടെ. പശുക്കൾക്ക് മേയാനും തിന്നാനുമുള്ള പുല്ലും വളരെ കുറവാണ്. ഈ സ്ഥലം നമുക്ക് പറ്റിയതല്ല. വെയിൽ മൂക്കും മുമ്പ് നമുക്ക് ഇവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് ഈ ഗോപാലൻ പറയുകയാണ്. ഇത് കേട്ട് മറ്റു ഗോപന്മാരും അഭിപ്രായപ്പെട്ടു, ശരിയാണ്, ശ്രീദാമാവ് പറഞ്ഞത് ശരിയാണ്, ഇത് അത്ര നല്ല സ്ഥലമല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സമയം ഉച്ചയാകാറായി. വെയിലിൻ്റെ കഠിനമായ ചൂടേറ്റ് എല്ലാവർക്കും ദാഹിച്ചു. അവര് കാളിന്തിയിൽ ഒരു കുഴിയിലേക്ക്, കാളിന്തിയിൽ ഒരു കുഴിയുണ്ട്, ഒരു ഗർത്തമുണ്ട്. ആ ഗർത്തത്തിൽ ഇറങ്ങിയിട്ട് കൈ നിറയെ വെള്ളം കോരി കുടിച്ച് അവരുടെ ദാഹം ശമിപ്പിച്ചു. പുറകെ പശുക്കളും വന്നു അതേ ഗർത്തത്തിൽ നിന്നു തന്നെ ജലം കുടിക്കുകയും ചെയ്തു. ഈ വെള്ളം കുടിച്ച ഉടൻ തന്നെ ആരൊക്കെയാണോ വെള്ളം കുടിച്ചത് ആ ഗോപാലന്മാരും അതുപോലെ തന്നെ വെള്ളം കുടിച്ച പശുക്കളുമെല്ലാം പെട്ടെന്ന് തന്നെ ആ നദിയുടെ തീരത്ത് മരിച്ചു വീഴുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് കൃഷ്ണൻ ആലോചിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കാളിന്തിയിലേക്ക് നോക്കിയപ്പോൾ കാളിയൻ എന്ന കരാളകാള സർപ്പം ആ നദിയിലിങ്ങനെ സുഖിച്ചു ജീവിക്കുന്നു. കാളിയൻ്റെ വിഷം കലർന്ന ജലം പാനം ചെയ്തതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള അത്യാഹിതം സംഭവിച്ചത് എന്ന് കൃഷ്ണൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ കണ്ണൻ തൻ്റെ തൃക്കണ്ണുകളാൽ ആ ഗോപാലന്മാരെയും ഗോക്കളെയും കരുണമായി ഒന്ന് നോക്കുന്നു. ഉടൻ തന്നെ അവരെ ബാധിച്ചിരുന്ന വിഷത്തിൻ്റെ ശക്തി നശിക്കുകയും അവർ ഉറക്കത്തിൽ നിന്നും ഉണർന്നവരെ പോലെ കണ്ണുകൾ തുറന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. അഹങ്കാരിയും ദുഷ്ടനുമായ കാളിയനെ
നശിപ്പിക്കണം, അവൻ്റെ അഹങ്കാരം ശമിപ്പിക്കണം എന്ന് കൃഷ്ണൻ തീരുമാനിക്കുകയാണ്. ഈ സർപ്പം തൻ്റെ ഭാര്യമാരോടും അവൻ്റെ ജാതിയിൽപ്പെട്ട മറ്റ് സർപ്പങ്ങളോടും കൂടി ഈ കാളിന്തിയിൽ വാസമുറപ്പിച്ചിട്ട് കാലം കുറേയായി. അവനിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന കാളകൂട വിഷം കലർന്ന ആ പുണ്യമന്ദാകിനി ജലം മുഴുവനും അങ്ങനെ വിഷമായി തീരുകയും ചെയ്തിരുന്നു. ആ ജലത്തിൽ, ആ കാളിന്തിയിൽ വന്ന് വെള്ളം കുടിച്ചിരുന്ന സകല പക്ഷിജാലങ്ങളും മരിച്ചു വീഴുകയും ചെയ്തിരുന്നു. ഇവൻ്റെ വിഷം കാരണം ഈ കാളിന്തിയുടെ ചുറ്റുഭാഗത്തൊന്നും മരങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് എന്തുമാത്രമായിരുന്നു? ഒരു നീലക്കടമ്പ് വൃക്ഷം മാത്രമായിരുന്നു. ഈ നീലക്കടമ്പ് വൃക്ഷം കാളിന്തിയുടെ തീരത്ത് നിൽക്കുന്നുണ്ട്. അത് പക്ഷേ ഉണങ്ങിയിരുന്നില്ല. എന്താണ് ആ വൃക്ഷം ഉണങ്ങാത്തതിൻ്റെ കാരണം? ബാക്കി വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോവുകയും ഈ നീലക്കടമ്പ് വൃക്ഷം മാത്രം ഉണങ്ങാതെ നിൽക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ മറ്റൊരു കഥയുണ്ട്. അതായത് പണ്ട് ഗരുഡൻ തൻ്റെ മാതാവായ വിനിതയുടെ ദാസ്യം തീർക്കുന്നതിനായിട്ട് ദേവകളെ തോൽപ്പിച്ച് ഇന്ദ്രലോകത്തു നിന്നും അമൃത കലശവും കൊണ്ട് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചു സമയം വിശ്രമിക്കുവാനായി ഈ നീലക്കടമ്പ് മരത്തിൽ വന്ന് ഇരിക്കുകയുണ്ടായി. ഗരുഡന്റെ ഭാരം കൊണ്ട് വൃക്ഷം ഇളകിയപ്പോൾ കലശത്തിലുണ്ടായിരുന്ന അമൃതം തുളുമ്പുകയും ഏതാനും തുള്ളികൾ അതിൻ്റെ കൊമ്പിന്മേൽ പതിക്കുകയും ചെയ്തു. അന്ന് കാളിയൻ ആ കാളിന്തിയിൽ ഉണ്ടായിരുന്നില്ല. ഈ അമൃത ബിന്ദുക്കൾ പറ്റിയിരുന്നത് കൊണ്ട് കാളിയൻ്റെ വിഷം ഈ കടമ്പു മരത്തിനെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. ആ നീലക്കടമ്പു മരത്തിൽ ഭഗവാൻ പെട്ടെന്ന് ചാടിക്കയറുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തെത്തി നദിയിലേക്ക് നോക്കുന്നു. വിചിത്ര വർണ്ണങ്ങളോടു കൂടിയ നിരവധി പുള്ളികൾ നിറഞ്ഞ ഒരു വലിയ ശരീരം. ആ ശരീരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പുളഞ്ഞ് ആനന്ദിക്കുന്ന ഭാര്യമാർ, പുത്രഗണങ്ങൾ, അങ്ങനെ എല്ലാവരുമായി മേളിച്ചാനന്ദിച്ചുകൊണ്ട് കാളിയൻ കാളിന്തിയിൽ വിഹരിക്കുന്നത് ആ കടമ്പു മരത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണുന്നു. ഹരേ കൃഷ്ണ, നിങ്ങൾ ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. കാളിന്തി നദി, അതിൻ്റെ തീരത്ത് നീലക്കടമ്പു വൃക്ഷം, ആ നീലക്കടമ്പു വൃക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തായി കായാമ്പൂവർണ്ണൻ കാളിന്തിയിലേക്ക് നോക്കുന്നു. അവിടെ വലിയ സർപ്പം, വിചിത്രങ്ങളായ പുള്ളികളോട് കൂടിയ വലിയ സർപ്പം. ചുറ്റും അവൻ്റെ ജാതിവർഗങ്ങളും അവൻ്റെ കുട്ടികളും അവൻ്റെ ഭാര്യമാരും പുളഞ്ഞ് ആനന്ദിക്കുന്ന ആ കാളിയനെ കൃഷ്ണൻ നീലക്കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാണുന്ന ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒട്ടും താമസിച്ചില്ല. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്യുകയാണ്? കാളിന്തിയിലേക്ക് എടുത്ത് ചാടി. ആ പതനത്തിൻ്റെ ശക്തിയാൽ ഒരു പർവ്വതം പറന്ന് വീണാൽ എന്നതുപോലെ കാളിന്തി നദീജലം കീഴുമേൽ ഇളകി മറിയുകയാണ്. എന്താണിവിടെ സംഭവിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കാളിയൻ തല പൊക്കി നോക്കുകയാണ്. ഒരു കൊച്ചു ബാലൻ ഓളങ്ങളുമായി മല്ലിട്ട് നീന്തി അതാ തൻ്റെ അരികത്തിലേക്ക് വരുന്നു. ഈ കാളിയൻ ചോദിക്കുകയാണ്, എടാ, മരിക്കാൻ വേണ്ടി ഈ വെള്ളത്തിൽ ചാടി നീന്തുന്ന നീ ആരാണ്? എൻ്റെ വിഷം ഏറ്റിട്ട് ഒരു മത്സ്യം പോലും ഈ ജലത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ള കാര്യം നിനക്കറിയാമോ
എന്നെ കാണാൻ വേണ്ടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കാളിയൻ. തൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് എതിരാളിയെ ധരിപ്പിക്കുവാൻ വേണ്ടി കാളിയൻ തൻ്റെ 1000 തലകളും ഉയർത്തി നാസാരന്ധ്രങ്ങളിലൂടെ വിഷം പുറത്തേക്ക് ചീറ്റുന്നു. കൃഷ്ണൻ പക്ഷേ പേടിച്ചില്ല. പേടിക്കാതെ തന്നെ കൃഷ്ണൻ കാളിയൻ്റെ അടുക്കലേക്ക് നീന്തി വരികയാണ്. കാളിയന് സഹിച്ചില്ല. കാളിയൻ തൻ്റെ അരികത്തിലേക്ക് വന്ന സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ്റെ ആ പൊൻപാദത്തെ ആഞ്ഞു കൊത്തുകയാണ്. അത് വകവയ്ക്കാതെ വസുദേവപുത്രൻ പിന്നെയും മുമ്പോട്ട് നീന്തി വന്നപ്പോൾ ആ ദുഷ്ടൻ കണ്ണൻ്റെ മർമ്മങ്ങൾ തോറും കടിക്കുകയാണ്. അതിനുശേഷം മസ്തകങ്ങൾ കൊണ്ട് കണ്ണനെ അടിക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ്റെ ആ കുഞ്ഞു ശരീരം അവൻ അടിമുടി ചുറ്റി വരഞ്ഞു. അങ്ങനെ വരഞ്ഞു മുറുക്കി കൃഷ്ണനെ. കുറേ നേരത്തേക്ക് കൃഷ്ണൻ ഒന്നും ചെയ്തില്ല. അവശൻ എന്ന രീതിയിൽ അങ്ങനെ അഭിനയിച്ചു നിന്നു. ഇത് കണ്ടതും ഗോപാലന്മാരെല്ലാവരും പുറത്തു നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പശുക്കൾ പുല്ലുപോലും തിന്നാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അയ്യോ കൃഷ്ണ, നീ ഞങ്ങളെ വിട്ടുപോയോ എന്നുള്ള ഗോപകുമാരന്മാരുടെ കരച്ചിൽ, നിലവിളി ആ കാട് മുഴുവനും മുഴങ്ങിക്കേട്ടു. പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും ഈ ഗോപാലന്മാർ അറിഞ്ഞില്ല. കാരണം കാളിയനും കൃഷ്ണനും അപ്പോഴേക്കും ജലത്തിൻ്റെ അടിയിലേക്ക് പോയി. പിന്നെ നടന്നതെല്ലാം ജലത്തിൻ്റെ അടിയിൽ വെച്ചായിരുന്നു. നേരം സന്ധ്യയാകുന്നു. പശുക്കളും കൂട്ടുകാരും ഒന്നും തിരിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തിയില്ല. ഗോപാലന്മാരും പശുക്കളും എത്താഞ്ഞതുകൊണ്ട് അമ്മമാരെല്ലാം വിഷമിച്ചു. കൂട്ടുകാരും പശുക്കളും വരാഞ്ഞതുകൊണ്ട്, കണ്ണൻ വരാഞ്ഞതുകൊണ്ട് ബലരാമനും അല്പം അപകട സൂചന മനസ്സിലാക്കുന്നു. യശോദയുടെ ഹൃദയം വെന്തുരുകുവാൻ തുടങ്ങി. നന്ദഗോപർക്കും ഒട്ടും സമാധാനമില്ലാത്ത അവസ്ഥയായി. അച്ഛ, പരിഭ്രമിക്കണ്ട, കൃഷ്ണന് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. വരാൻ താമസിക്കുന്നത് വേറെ വല്ല കാരണവും കൊണ്ടായിരിക്കുമെന്ന് ബലരാമൻ ആശ്വസിപ്പിച്ചു. എങ്കിലും ആർക്കും സമാധാനം ആയതുമില്ല. യശോദയെപ്പോലെ മറ്റുള്ള ഗോപസ്ത്രീകളും അവരുടെ പുത്രന്മാരെ കാണാത്ത മനോവേദനയാൽ നെഞ്ചു തിരുമ്മിക്കൊണ്ട് കരയാനും തുടങ്ങി. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, സംശയമില്ല. അസുരന്മാർ അവനെ അപായപ്പെടുത്തുവാൻ പുറകെ നടക്കുകയാണ് എന്ന് കരഞ്ഞുകൊണ്ട് യശോദ അവിടെ ഇരിക്കുകയാണ്. കൃഷ്ണൻ്റെ കൂട്ടുകാരായ ബാലന്മാരുടെ മാതാപിതാക്കളും യശോദയോടൊപ്പം അവിടെ ഇരുന്ന് കരയുവാൻ തുടങ്ങി. അങ്ങനെ വൃന്ദാവനം മുഴുവനും കണ്ണുനീരിൽ മുങ്ങി എന്ന് വേണമെങ്കിലും പറയാം. ഒടുവിൽ എല്ലാവരും കൂടി കാളിന്തി നദിയുടെ തീരത്തിലേക്ക് പുറപ്പെടുന്നു. നന്ദൻ, ഉപനന്ദൻ തുടങ്ങിയ സർവ പ്രമുഖന്മാരായ ഗോപന്മാരും ബലരാമനും യശോദ, രോഹിണി, രാധാറാണി എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗോപികമാരും സ്ത്രീകളും എല്ലാവരും ആ സമൂഹത്തിലുണ്ടായിരുന്നു. കാളിന്തി നദീതീരത്തിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി അവരങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഗോപാലബാലന്മാരുടെ കരച്ചിൽ അവർക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അതോടുകൂടി യശോദ തളർന്ന് താഴെ വീഴും എന്നുള്ള നിലയായി. രോഹിണി യശോദയെ താങ്ങി പിടിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ
കൃഷ്ണൻ മാത്രമുണ്ടായിരുന്നില്ല. അത് കണ്ടതും യശോദ പൊട്ടിക്കരയുകയാണ്. കുഞ്ഞുങ്ങളെ, എൻ്റെ ഉണ്ണി എവിടെ, എൻ്റെ തങ്കം എവിടെ എന്ന് ചോദിച്ച് ആ അമ്മ കരയുകയാണ്. ഗോപകുമാരന്മാർ കാളിന്തിയുടെ മധ്യഭാഗത്ത് കാളിയനാൽ ചുറ്റപ്പെട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ണനെ കാണിച്ചു കൊടുക്കുന്നു. അയ്യോ, എൻ്റെ പൊന്നുമകനെ ചതിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് യശോദയും നന്ദഗോപരും ആ സമയം ആറ്റിലേക്ക് ഇറങ്ങുവാനായി ഭാവിച്ചു. ബലരാമൻ അവരെ തടയുന്നു. അമ്മേ, അച്ഛ, കരയാതിരിക്കൂ. കൃഷ്ണന് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. എത്രയെത്ര ആപത്തുകൾ അവനെ വന്നു ചുറ്റി, അവയിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് ബലരാമൻ പറയുന്നു. തൻ്റെ മാതാപിതാക്കളും സ്നേഹമേറിയ ഗോപന്മാരും ജ്യേഷ്ഠനും കൂട്ടുകാരും എല്ലാവരും സങ്കടപ്പെടുന്നത് വിശ്വംഭരനായ കൃഷ്ണൻ അറിയുന്നു. ഇനിയും അവരെ സങ്കടപ്പെടുത്താനാകില്ല, ഇങ്ങനെ കിടന്നാൽ ശരിയാകില്ല എന്ന് കൃഷ്ണന് ബോധ്യപ്പെടുന്നു. കാളിയന്റെ ചുറ്റിൽ നിന്നും മോചനം നേടാൻ അങ്ങനെ കൃഷ്ണൻ തീരുമാനിക്കുകയാണ്. അതുവരെ കൃഷ്ണൻ അതിനു തുനിയാതിരുന്നതിൻ്റെ കാരണം, ഞാൻ ശക്തനാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ എതിരാളി ദുർബലനാണ് എന്നുള്ള ചിന്ത കാളിയന് ഉണ്ടാക്കിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഘാസുരന്റെ ഉദരത്തിൽ നിന്നും വളർന്നതുപോലെ കാളിയന്റെ ചുറ്റിനകത്തു നിന്നുകൊണ്ട് കൃഷ്ണൻ സ്വയം വികസിക്കുവാൻ തുടങ്ങി. തൻ്റെ ഉടൽ മുഴുവനും പൊട്ടിപ്പോകുമോ എന്ന് കാളിയൻ ഭയപ്പെടുന്നു. ഉടൻ തന്നെ അവൻ എന്തു ചെയ്യുകയാണ്? അവൻ്റെ ചുറ്റഴിച്ചിട്ട് ഉഗ്രമായ ശബ്ദത്തോടുകൂടി, കോപത്തോടുകൂടി അവൻ കാളകൂട വിഷം ഛർദ്ദിക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ പെട്ടെന്ന് തന്നെ അവൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവൻ്റെ മസ്തകത്തിലേക്ക് ചാടിക്കയറുന്നു. 1000 തലകളുണ്ട്. എന്നിട്ട് തൻ്റെ തൃക്കാലുകൊണ്ട് അവൻ്റെ 1000 തലകളിലും മാറി മാറി ചവിട്ടി ചവിട്ടി നൃത്തം ചെയ്യുന്നു. കണ്ണൻ്റെ ഉണ്ണിക്കാലുകൾ ഓരോന്നും ആ ദുഷ്ടനായ സർപ്പത്തിൻ്റെ ഓരോ പത്തിമേലും പതിക്കുമ്പോൾ നമുക്ക് തോന്നും ഉണ്ണിക്കാലല്ലേ എന്ന്. പക്ഷേ ഓരോ മല വന്ന് വീഴുന്നത് പോലെയാണ് കാളിയന് അനുഭവപ്പെട്ടത്. കാളിയ മർദ്ദനം. കാർമുകിൽ വർണ്ണന്റെ കാളിയ മർദ്ദന തിരുനടനം കാണുവാൻ ആകാശത്ത് ദേവന്മാരെല്ലാവരും വന്ന് നിരന്നു നിന്നു. അവരെല്ലാവരും സംഗീതം ആലപിച്ചു, പൂക്കൾ പൊഴിച്ചു, ഭഗവാന്റെ തിരുനടനം അങ്ങനെ എല്ലാവരും കണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നൃത്തം ചെയ്യുന്ന സമയം കാൽച്ചിലമ്പുകൾ താളത്തിനൊത്തു കിലുങ്ങിക്കൊണ്ടിരുന്നു. നൃത്തത്തിനനുസരിച്ചിട്ട് കണ്ണൻ്റെ കയ്യിലെ തരിവളകൾ കിലുങ്ങിക്കൊണ്ടിരുന്നു. കാളിന്തി നദിയുടെ ജലം വീണ് കണ്ണൻ്റെ പീതാംബരം നനഞ്ഞിരുന്നു. പീലിത്തിരുമുടിയിൽ നിന്നും ജലകണങ്ങൾ കവിൾത്തടങ്ങൾ വഴി മുത്തുകൾ പോലെ താഴേക്ക് അടർന്നു വീണു. കർണകുണ്ടലങ്ങൾ ആടിക്കൊണ്ടിരുന്നു. എളിയിൽ തിരുകിയിരുന്ന ഓടക്കുഴൽ ഇടയ്ക്കിടെ എടുത്ത് ഊതിക്കൊണ്ടായിരുന്നു നടനം. ചുരുക്കം തിരുമയും തിരുവാഭരണങ്ങളും കണ്ണനോടൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ തിരുനടനം കാണാൻ സാധിക്കുന്നുണ്ടോ? 1000 പത്തിമേലും കണ്ണൻ ചാടിച്ചാടി നൃത്തം ചെയ്യുന്നു. കണ്ണൻ്റെ ചിലമ്പുകൾ കിലുങ്ങുന്നു, തരിവളകൾ കിലുങ്ങുന്നു. കാളിന്തിയിലെ ജലം തെറിച്ചു തെറിച്ചു വീഴുന്നുണ്ട്. ആ വീഴുന്നത് പീലിത്തിരുമുടിയിലും പീതാംബരത്തിലും വീഴുന്നുണ്ട്. അങ്ങനെ പീതാംബരം നനയുന്നുണ്ട്. തലയിലേക്ക് വീണ ജലകണികകൾ മുത്തുപോലെ ഉരുണ്ടുരുണ്ട് കവിൾത്തടങ്ങൾ വഴി താഴേക്ക് വീഴുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓടക്കുഴലും ഊതിക്കൊണ്ടാണ് നടനം.
കർണകുണ്ടലങ്ങൾ ആടുന്നുണ്ട്. അങ്ങനെ മനോഹരമായ തിരുനടനമാണ് നടക്കുന്നത്. കണ്ണനോടൊപ്പം കണ്ണൻ്റെ മെയ്യാഭരണങ്ങളും ആടുന്നു എന്ന് പറയുന്നു. അങ്ങനെ മർദ്ദനം അവസാനിച്ചിട്ടില്ല, അതങ്ങനെ തുടരുകയാണ്. കൃഷ്ണൻ്റെ കായാമ്പൂമേനിയിൽ തൂവിയർപ്പുകൾ പൊടിയുന്നു. മർദ്ദനം ഒന്നുകൂടി രൂക്ഷമായി. കാളിയൻ്റെ അഹങ്കാരം ഏതാണ്ട് മുഴുവനും തന്നെ അടങ്ങിയിരിക്കുന്നു. അവൻ്റെ ശരീരം തളരുന്നു, ശ്വാസം നിലയ്ക്കുന്നു, കണ്ണുകൾ തുറിക്കുന്നു, അവൻ്റെ പത്തികളായിരവും മടങ്ങുന്നു. എല്ലാ വായ്ക്കകത്തു നിന്നും ചോര അവൻ ഛർദ്ദിക്കുന്നു. 1000 വായ്ക്കകത്തുകൂടി അവൻ ചോര ഛർദ്ദിക്കുകയാണ്. അങ്ങനെ കാളിന്തിയിലെ കറുത്ത ജലം ചുവന്നു. പ്രാണവേദനയോടുകൂടി കാളിയൻ വാലു ചുഴറ്റി വെള്ളത്തിൽ അടിച്ചു പുളയുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും കൃഷ്ണൻ തൻ്റെ മർദ്ദനം അവസാനിപ്പിച്ചിട്ടില്ല. രൂക്ഷതരമായ നൃത്തം അങ്ങനെ തുടരുകയാണ്. ഹരേ കൃഷ്ണ. നിങ്ങളെല്ലാവരും ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. തങ്ങളുടെ ഭർത്താവിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് കണ്ട് ഭയപ്പെട്ട് അവൻ്റെ പത്നിമാരായ നഗസ്ത്രീകൾ തൊഴുകൈയോടുകൂടി താമരക്കണ്ണൻ്റെ മുമ്പിൽ വന്ന് അഭയം അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാനെ കൃഷ്ണ, അവിടുന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ വിധവകളാക്കല്ലേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ഉരകനാരികൾ ഉത്തമ പുരുഷനെ വാഴ്ത്തി സ്തുതിക്കുന്നു. തൻ്റെ മസ്തകത്തിൻ്റെ മുകളിൽ നിന്നു നൃത്തം ചെയ്യുന്ന പുണ്യബാലൻ സാക്ഷാൽ നാരായണമൂർത്തിയാണ് എന്ന് ആ സമയം കാളിയൻ തിരിച്ചറിയുന്നു. അതോടുകൂടി അവൻ്റെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിക്കുകയാണ്. അവനും തൻ്റെ മസ്തകത്തിൻ്റെ മുകളിൽ തിരുനടനം ചെയ്യുന്ന ലോകൈകനാഥനായ കൃഷ്ണനോട് മാപ്പ് അപേക്ഷിക്കുന്നു. കാളിയന്റെ പശ്ചാത്താപവും സ്തുതികളും അവൻ്റെ പത്നിമാരുടെയും കുട്ടികളുടെയും അപേക്ഷയുമെല്ലാം കേട്ടപ്പോൾ കൃഷ്ണൻ അവൻ്റെ കാളിയൻ എന്ന ദുഷ്ട സർപ്പത്തിൻ്റെ ഭണത്തിന്മേൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നു. ആ സമയം കാളിയൻ പല തവണ കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്ത് ദണ്ഡനമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. സ്വാമി പരമാത്മസ്വരൂപനായ അവിടുന്ന് അഹങ്കാരം കൊണ്ട് അടിയൻ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിച്ച് അങ്ങ് ഈ ഉള്ളവനെ അനുഗ്രഹിക്കണമെന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ അരുളി ചെയ്യുകയാണ്, എൻ്റെ പാദസ്പർശം നിന്റെ ശിരസിൽ ഏറ്റതോടുകൂടി നിന്റെ പാപങ്ങളിൽ അധികവും നശിച്ചിരിക്കുന്നു. ഇനിമേലിൽ ഈ കാളിന്തിയിൽ നീ താമസിക്കരുത്. ഇന്നു മുതൽ ഈ കാളിന്തി എൻ്റെ സ്പർശനം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒരു പുണ്യതീർത്ഥമായി ഭവിച്ചിരിക്കുന്നു. നീ പോയി നിങ്ങളുടെ സങ്കേതമായ രമണക ദ്വീപിൽ താമസിച്ചു കൊള്ളുക. നിന്റെ മസ്തകങ്ങളിൽ എൻ്റെ പാദമുദ്ര ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗരുഡൻ നിന്നെ മേലിൽ ഉപദ്രവിക്കുകയില്ല. സന്തോഷമായി പൊയ്ക്കൊള്ളുക എന്ന് കൃഷ്ണൻ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം തൻ്റെ ഭാര്യമാരോടും സന്തതികളോടും തൻ്റെ ജാതിവർഗങ്ങളോടും കൂടി കാളിയൻ കൃഷ്ണനെ താണു വീണ് വന്ദിക്കുന്നു. അതിനുശേഷം അവൻ്റെ ഭണത്തിന്മേലിരുന്ന മരതക മാണിക്യ രത്നമെടുത്ത് കൃഷ്ണൻ്റെ പീലി തിരുമുടിയിൽ അണിയിക്കുന്നു. എന്നിട്ട് വീണ്ടും നമസ്കരിച്ചിട്ട് കാളിയനും അവൻ്റെ കൂട്ടാളികളും എല്ലാവരും കൂടി അവിടെ നിന്നും പോകുന്നു. മായാദേവിയുടെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങളൊന്നും കരയിൽ നിന്ന ആളുകളാരും കണ്ടില്ല. നേരം സന്ധ്യയായി. അന്തിക്കാറ്റ് വീശിത്തുടങ്ങി. ആകാശം ചുവക്കുന്നു.
ആ സമയം കണ്ണൻ ചിരിച്ചുകൊണ്ട് കാളിന്തി നദിയിൽ നിന്ന് നീന്തി 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 മാതാപിതാക്കളുടെ അടുക്കലേക്ക് വരുന്നു. അത് കണ്ടതും യശോദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ വാരി എടുത്ത് ചുംബിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയുള്ള ആനന്ദമാണ് പിന്നീട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോരുത്തരും ഓടി വന്ന് കുഞ്ഞിനെ മാറി മാറി എടുത്ത് ചുംബിക്കുകയാണ്. ബലഭദ്രൻ അടുത്തു വന്ന് കണ്ണനെ തൻ്റെ ശരീരത്തിനോട് ചേർത്തു പിടിച്ച് കാളിയൻ്റെ ദംശത്താലുണ്ടായ ക്ഷതങ്ങളെ തടവി ആശ്വസിപ്പിക്കുന്നു. അതോടുകൂടി ആ പാടുകൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. കാരണം ബലരാമൻ ആരാണ്? അനന്തനാണ്. സഖികളായ ഗോപകുമാരന്മാർ കൃഷ്ണനെ ആലിംഗനം ചെയ്തു. എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാണ് പിന്നീട് നടന്നത്. പശുക്കുട്ടികൾ ഓടി വരുന്നു കണ്ണൻ്റെ അടുക്കലേക്ക്. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അവരവർക്ക് അറിയാവുന്ന രീതിയിൽ കൃഷ്ണനോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചിരിച്ചും കളിച്ചും ആനന്ദിച്ചും തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് കാളിയമർദ്ദനം. ഭഗവാന്റെ ലീലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലീലകളിൽ ഒന്നാണ് കാളിയമർദ്ദനം. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. 2 ഭാഗങ്ങളും എല്ലാവരും കേട്ടു പ്രാർത്ഥിക്കണം. കാളിയമർദ്ദനം കേട്ടു പ്രാർത്ഥിച്ചാൽ 14 ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളും നശിക്കും എന്നാണ് പറയുന്നത്. അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു കഥാഭാഗമാണ് കാളിയമർദ്ദനം. കാളിയനെ എങ്ങനെയാണ് പുണ്യവാനാക്കി തീർത്തത് ഭഗവാൻ എന്നതുപോലെ കാളിയമർദ്ദനം കേൾക്കുന്ന ഓരോരുത്തർക്കും പുണ്യമുണ്ടാകും, അവരുടെ പാപങ്ങൾ നശിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കഥാഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.